ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധേമഹേ. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം, സർഗം 51. സ്വയംപ്രഭാ വാക്യം. സീതാന്വേഷണത്തിന് സുഗ്രീവന്റെ ആജ്ഞപ്രകാരം കിഴക്കും പടിഞ്ഞാറും വടക്കും ദിശകളിലേക്ക് പോയ വാനരയൂഥപന്മാർ സുഗ്രീവൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചിട്ടും സീതയെ കാണാതെ മടങ്ങി വന്നു. അഗസ്ത്യമുനി വാഴുന്ന ദക്ഷിണ ദിശയിലേക്ക് പോയ അംഗദാദികളോടൊത്ത ഹനുമാൻ കുറെ ദൂരം പോയി വിന്ധ്യപർവ്വതത്തിന്റെ ഗുഹകളിലും ഗഹനമായ വനങ്ങളിലും സീതയെ അന്വേഷിച്ചു. നദികളിലും ദുർഗമമായ ശൈലങ്ങളിലും പുകയിലും വൃക്ഷങ്ങളിലും മറ്റെല്ലാ ദിക്കുകളിലും അന്വേഷിച്ചെങ്കിലും ആ വൈദേഹിയെ കണ്ടെത്താനായില്ല. അവർ നാനാതരം കായ്ക്കിഴങ്ങുകൾ കഴിച്ച് ആരാലും തടയപ്പെടാതെ സീതയെ തിരഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും താമസിച്ചു. മഹാബലവാന്മാരായ വാനരന്മാർ വിന്ധ്യാകാനന സങ്കീർണമായ തെക്കേ ദിക്കിലെല്ലാം സഞ്ചരിച്ച് കൊടിമുടികളും ഗുഹകളും നിറഞ്ഞ വെള്ളിമലയിൽ കയറി അവിടെയുള്ള വനങ്ങളിലെല്ലാം തിരഞ്ഞെങ്കിലും സീതയെ കണ്ടെത്താനായില്ല. അവിടെ നിന്നും താഴത്തിറങ്ങിയ അവർ തളർന്ന് മനസ്സ് വാടി അല്പനേരം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. അല്പനേരം കഴിഞ്ഞ് വീണ്ടും തെക്കേ ദിക്കിലെല്ലാം തിരയാൻ തുടങ്ങി. അങ്ങനെ ശൈലത്തിന്റെ തെക്കുപടിഞ്ഞാറേ മൂലയിലെത്തി. അവിടെ വസിച്ച അവർക്ക് ആ കാലം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. അങ്ങനെ അവരെല്ലാം തെക്കേ ദിക്കിൽ അന്വേഷിച്ചു നടക്കുമ്പോൾ തുറന്നു കിടക്കുന്നൊരു ഗുഹ കണ്ടു. വിന്ധ്യന്റെ ഗുഹകളിൽ, ഗഹനമായ ഗുഹകളിലുള്ള വലിയ പ്രദേശം അന്വേഷിക്കാൻ വിഷമമേറിയതായിരുന്നെങ്കിലും വായുപുത്രനായ ഹനുമാൻ ആ പർവ്വതം മുഴുവൻ അന്വേഷിച്ചു. സീതയെ കണ്ടെത്താനായില്ല. അങ്ങനെ കുറെ കാലം തെക്കു പടിഞ്ഞാറെ മൂലയിലെത്തി അവിടെ കുറച്ചു കാലം അവർ താമസിച്ചു. സീതയെ തിരഞ്ഞുകൊണ്ട് അവിടെ കഴിഞ്ഞിരിക്കുന്ന കാലം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ തെക്കേ ദിക്കിലെ അന്വേഷിച്ച് നടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒരു വലിയ ഗുഹ അവിടെ കാണാൻ സാധിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് ജലം തേടി നടക്കുമ്പോഴാണ് അവർ വൃക്ഷലതകളാൽ മൂടിയ ആ ബിലം കണ്ടത്. അതിൽ നിന്ന് അരയന്നങ്ങളും ക്രൗഞ്ചങ്ങളും സാരസങ്ങളുമൊക്കെ പറന്ന് ഉയരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ നിന്ന് ജലം ഇറ്റു വീഴുന്നത് കണ്ട കപികൾ ഈ ഗുഹയിൽ തീർച്ചയായും വെള്ളമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ആ ഗുഹയിൽ പ്രവേശിച്ചു. ഇരുട്ടു നിറഞ്ഞ ആ ബിലത്തിൽ പരസ്പരം കൈകൾ കോർത്തുകൊണ്ടവർ സഞ്ചരിച്ചു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ ആ കാറ്റിന്റെ ഗതി പോലെ അവരുടെ കണ്ണുകൾക്ക് ഇരുട്ടിലും കാണാൻ കഴിഞ്ഞു. അവിടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രകാശമാനവും ഭംഗിയുമുള്ള ഉത്തമമായ ഒരു സ്ഥലം കാണാനിടയായി. ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ ചെന്തി പോലെ മിന്നുന്ന വൃക്ഷങ്ങൾ കണ്ടു. പൊന്നിൻ പൂങ്കുലകളാലും ചെന്തളിരുകളാലും അലങ്കാരങ്ങളാകുന്ന വള്ളികളാലും കായ്കളാകുന്ന കാഞ്ചനാഭരണങ്ങളാലും തരുണാദിത്യനെ പോലെ വൈഡൂര്യ രത്നത്തറകളിൽ ശോഭിക്കുന്ന സ്വർണമയമായ വൃക്ഷങ്ങളും അവർ കണ്ടു.
നീലവൈഡൂര്യ നിറമാളുന്ന കുളങ്ങളും പറവകളും കരുണാദിത്യപ്രഭയാർന്ന വലിയ കാഞ്ചന വൃക്ഷങ്ങളും അവരവിടെ കണ്ടു. വെള്ളി പോലെ തിളങ്ങുന്ന മത്സ്യങ്ങളും തെളിഞ്ഞ ജലവും വലിയ താമരകളും നിറഞ്ഞ പൊയ്കകളും അവരവിടെ കണ്ടു. പൊന്നുകൊണ്ടും വെള്ളികൊണ്ടുമുള്ള മാളികകളും തങ്കജാലകങ്ങളും മുത്തുജാലകങ്ങളും ഇയന്ന മണ്ണ്, സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത് വൈഡൂര്യ രത്നങ്ങൾ പതിച്ചവയുമായ വിശിഷ്ട ഭവനങ്ങളും വാനരന്മാർ അവിടെ കണ്ടു. മുത്തും പവിഴവും വിളങ്ങുന്ന പോലെ പൂക്കളും കായ്കളും നിറഞ്ഞ വൃക്ഷങ്ങളെയും സുവർണ വണ്ടുകളെയും മധുക്കളെയും വാനരന്മാർ കണ്ടു. ഹേമരത്ന ചിത്രങ്ങളും വലിയതുമായ കട്ടിലുകളും ഇരിപ്പിടങ്ങളും അവരവിടെ കണ്ടു. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. വെടുപ്പിയുന്ന ഭക്ഷ്യങ്ങളായ ഫലമൂലങ്ങളും മികച്ച പാനവസ്തുക്കളും നല്ല സ്വാദുള്ള തേനുകളും ധാരാളമായി കണ്ടു. വിലപിടിച്ച യാത്രായാനങ്ങളും, അതായത് വണ്ടികളും, അതുപോലെ വിലപിടിച്ച ദിവ്യ വസ്ത്രങ്ങളും കമ്പിളി വസ്ത്രങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നതും അവർ കണ്ടു. പിന്നെയും തേജസ്വികളും വീരന്മാരുമായ വാനരന്മാർ ആ ബിലത്തിൽ അങ്ങിങ്ങായി നോക്കുമ്പോൾ അകലെയല്ലാതെ ഒരു ദിവ്യ നാരി ഇരുന്ന് തപസ് ചെയ്യുന്നത് കണ്ടു. മരവുരിയും മാന്തോലും ഉടുത്തും പ്രിയതാഹാരയുമായ ആ തപസ്വി സ്വന്തം തേജസ് കൊണ്ട് ജ്വലിച്ചിരുന്നു. സ്വയം പ്രകാശിച്ചിരുന്നു. അവരെ കണ്ട് വാനരന്മാരെല്ലാം ആശ്ചര്യപ്പെട്ടു നിന്നുപോയി. ആ വൃദ്ധയായ ദിവ്യയായ നാരിയെ കൈകൂപ്പി വണങ്ങിയിട്ട് പർവ്വതാകാരനായ ഹനുമാൻ ചോദിച്ചു, ഭവതി ആരാണ്? ഈ ബിലവും ഭവനവും രത്നങ്ങളുമൊക്കെ ആരുടേതാണ് പറഞ്ഞാലും എന്ന് ഹനുമാൻ ആ ദിവ്യനാരിയോട് ചോദിച്ചു. സ്വയം പ്രഭാവാക്യം. ഇത്യുക്ത ഹനുമാൻസ്തത്ര ചീരകൃഷ്ണാജിനാംബരാം അബ്രവീത്താം മഹാഭാഗാം താപസിം ധർമ്മചാരിണീം. ഇങ്ങനെ പറഞ്ഞ് ഹനുമാൻ മരവുരിയും മാന്തോലുമണിഞ്ഞവളും ധർമ്മചാരിണിയും ധന്യയുമായ ആ താപസിയോട് പറഞ്ഞു, ഇതം പ്രവിഷ്ട സഹസാബിലം തിമിരസംവൃതം ക്ഷുൽപിപാസാ പരിശ്രാന്ത പരിഖിന്നാശ്ച സർവശാ. വിശപ്പും ദാഹവും കൊണ്ട് തളർന്നവരും സർവത്ര കഷ്ടതയിൽപ്പെട്ടവരുമായ ഞങ്ങൾ പെട്ടെന്ന് ഇരുൾ മൂടിയ ഈ ഗുഹയിൽ വന്നുപെട്ടതാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഗുഹയിൽ കയറിയത്. എന്നാൽ അത്ഭുതകാരങ്ങളായ പല വസ്തുക്കളും ഞങ്ങളുടെ കണ്ട് സംഭ്രമത്തോടെ തൻ്റെയിടം നഷ്ടപ്പെട്ടവരായിത്തീർന്നു. കരുണാദിത്യ തുല്യങ്ങളായ ഈ സ്വർണവൃക്ഷങ്ങൾ ആരുടേതാണ്? വെടിപ്പുള്ള ഭക്ഷ്യങ്ങളായ ഈ കായ്ക്കിഴങ്ങുകളും, അതേപോലെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള മാളികകളും ഗൃഹങ്ങളും രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഈ കനകക്കിളിവാതിലുകളും പൂക്കളും കായ്കളും നിറഞ്ഞവയും പുണ്യങ്ങളും സുഗന്ധപൂർണങ്ങളുമായ ഈ സുവർണ വൃക്ഷങ്ങളും ആരുടെ തേജസ് കൊണ്ടുണ്ടായി? തെളിഞ്ഞ വെള്ളത്തിൽ പൊൻതാമരകൾ ഉണ്ടായതും സവർണ മത്സ്യകൂർമ്മങ്ങൾ കാണപ്പെടുന്നതും എങ്ങനെയാണ്? സ്വന്തം മഹിമ കൊണ്ടാണോ, അതോ ഇതാരുടെ തപോബലം കൊണ്ടാണ്? മറ്റാരുടെയെങ്കിലും തപസ്സിൻ്റെ ഫലമാണോ എന്ന് ഹനുമാൻ ആ ദിവ്യ സ്ത്രീയോട് ചോദിച്ചു. അറിവില്ലാത്ത ഞങ്ങൾക്കിതെല്ലാം അങ്ങ് തന്നെ പറഞ്ഞു തരണം. ഹനുമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ധർമ്മചാരിണിയും സർവഭൂതഹിതൈഷ്ണിയുമായ ആ താപസി ഹനുമാനോട് പറഞ്ഞു, ഹേ വാനരശ്രേഷ്ഠ, മയൻ എന്നു പേരുള്ള മായാവിയായ ഒരു മഹാ തേജസ്വി ഉണ്ടായിരുന്നു. ഈ സ്വർണ വനം മുഴുവൻ അദ്ദേഹം തൻ്റെ മായയാൽ തീർത്തതാണ്. ദാനവ മുഖ്യന്മാർക്ക് പണ്ട് പെരുന്തച്ഛനായി നിന്നിരുന്ന അവൻ, ദാനവന്മാരുടെ ശില്പിയായി നിന്നിരുന്ന ആ അസുരൻ, ആ ദാനവൻ പൊന്മയമായ നല്ല ദിവ്യമന്ദിരം നിർമ്മിച്ചു. ഈ ഗുഹ അവൻ നിർമ്മിച്ചതാണ് മയൻ തൻ്റെ മായയാൽ. അനേകായിരം വർഷം കൊടും കാട്ടിലിരുന്ന് തപസ്സാചരിച്ച അവൻ പിതാമഹനിൽ നിന്ന് ഔഷധസമായ
സർവസമ്പത്തും വരമായി വാങ്ങി. സൃഷ്ടിക്കാനുള്ള കൗശലങ്ങളും സൃഷ്ടിക്കാനുള്ള ഉപകരണങ്ങളും ആ ബ്രഹ്മാവിൽ നിന്ന് വരമായി വാങ്ങി ആ ദാനവൻ. പിന്നീട് സർവകാമേശ്വരനും ഊർജിതനുമായ അവൻ ഇതെല്ലാം നിർമ്മിച്ച് ഈ വൻകാട്ടിൽ കുറച്ചുകാലം സുഖമായി വസിച്ചു. അങ്ങനെയിരിക്കെ അപ്സരസായ ഹേമയിൽ ആസക്തനായ ആ ദാനവ പുങ്കവനെ ദേവേന്ദ്രനായ ആ പുരന്ദരൻ എതിർത്ത് വജ്രായുധം കൊണ്ട് വധിച്ചു. ബ്രഹ്മാവ് ഈ ഉത്തമമായ വനവും ഹിരൺമയമായ ഗേഹവും ശാശ്വതമായ കാമഭോഗങ്ങളും ഹേമയ്ക്ക് നൽകി. പേരുസാവർണിയുടെ പുത്രിയും സ്വയം പ്രഭയുമായ ഞാൻ ആ ഹേമയുടെ പ്രിയ തോഴിയാണ്. നൃത്തഗീത നിപുണയായ ഹേമ എൻ്റെ പ്രിയ തോഴിയാണ്. ആ ഹേമ എനിക്ക് വരമായി തന്നതാണ് ഇത്. അവൾ എനിക്ക് വരം തന്നിട്ടുണ്ട്. ഞാൻ ഈ മഹത്തായ ഭവനത്തെ കാത്തുരക്ഷിച്ചു പോരുന്നു. നിങ്ങൾക്ക് ഇനി ഇവിടെ എന്താണെന്ന് കാര്യം, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നുപെട്ടു എന്നും എന്തിനാണ് ഈ കാട്ടിൽ വന്നത് എന്നും പറഞ്ഞാലും. എന്നാ ദേവി ആ തപസ്സിന് ഹനുമാനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം, എന്തിനാണ് ഈ കാട്ടിൽ വന്നതെന്ന് ചോദിച്ചു. കഥം ചേതം വനം ദുർഗം യുഷ്മാഭിരുപലക്ഷിതം ശുചിന്യഭ്യവഹാരാണി മൂലാനി ച ഫലാനി ചാം ഭുക്ത്വാ പീത്വാ ച പാനീയം സർവം മേ വക്തുമർഹസി. എങ്ങനെയാണ് ഇവിടെ വന്നത്? നിങ്ങൾ ആദ്യം തന്നെ ഈ ഫല ആഹാരങ്ങളെല്ലാം കഴിച്ച്, മൂലഫലങ്ങളും കിഴങ്ങുകളും കഴിച്ച്, വേണ്ടത്ര വെള്ളം കുടിച്ച്, തേനൊക്കെ കുടിച്ച്, വേണ്ട പോലെ വിശപ്പും ദാഹവും തീർത്ത് വന്നു പറയണം എന്നോട് എല്ലാ കഥകളും. എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നുപെട്ടത്, എന്തിനായിട്ടാണ് വന്നത് എന്നുള്ള കഥകളൊക്കെ എന്നോട് വിസ്തരിച്ച് പറയണമെന്ന് ആ താപസി ആ വാനരന്മാരോട് പറഞ്ഞു. ഹനുമാൻ ഉണ്ടായ കഥകളെല്ലാം ആ താപസിയെ പറഞ്ഞ് കേൾപ്പിച്ചു. ഇവിടെ വരെയുള്ള ശ്രീരാമൻ്റെ കഥകളെല്ലാം ആ ഗുഹയിൽ എത്തിപ്പെട്ടത് വരെ ഇതുവരെയുള്ള എല്ലാ കഥകളും ഹനുമാൻ അവരോട് പറഞ്ഞു. അവരെ വേണ്ട വിധം അവരെ എല്ലാവരെയും സൽക്കരിച്ച് അവിടുന്ന് യാത്രയാക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.